ലൂക്കാ 1:48 അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ആ ദൈവം നോക്കണത് നീ പാവപ്പെട്ടവളാണ്, വീടില്ലേ, ഭർത്താവില്ലേ, അതൊന്നുമല്ല ദൈവം നോക്കണത്. ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ ആണെന്നാണ് നോക്കണത്. എനിക്ക് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ? അതാ സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വേറെ ദൈവമെന്ന്. നമ്മൾ തന്നെ നമ്മൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ഏരിയയിൽ നമ്മൾ ദൈവമാണെന്ന് ഓർക്കണം. ദിസ് ഈസ് അവർ സ്പിരിച്വൽ ട്രാജഡി. നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏരിയയിൽ നമ്മൾ ഒരാൾ ദൈവം തന്നെയാണ്. കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമാണ് പ്രാർത്ഥനയ്ക്ക് വെക്കണത്. നിങ്ങളുടെ ഉടമ്പടി നിയോഗം ക്രമീകരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതറിയണ്ട, അത് ഞാൻ ജയിച്ചോളൂ എന്ന് പറയും. ഞാനല്ല പരീക്ഷ എഴുതണത്. എൻ്റെ ചരിത്രം എന്താണ്? തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടില്ല. അതാണ് സംഭവം. കൊടിയും പിടിച്ച് അടക്കുകയാണ് ആളെ ഒറ്റക്ക് അതായത് നടത്തി. അപ്പം നീ തോക്കാത്ത ജീവിതാനുഭവങ്ങളില്ലേ, അത് തന്നെ നിൻ്റെ കോൺഫിഡൻഷ്യൽ ഏരിയ. അവിടെ ഉടമ്പടി കമ്മ്യൂണിക്കബിൾ അല്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ഞാൻ എൻ്റെ മക്കൾ വാടക വീട്ടിയതല്ലേ, താമസിച്ചപ്പോഴത്തേന് അവസാനം എന്ത് ചെയ്ത്, ഈ മകളുടെ ഡെഡ് ബോഡിയും കൊണ്ട് വണ്ടിയിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ തിരക്കാതിരുന്ന ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി പറയും, മകൾ മരിച്ച മടി കിടക്കുകയാണ്, ഇവളൊന്ന് ദഹിപ്പിക്കണ വരെ ഇവിടെ സൂക്ഷിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. നോക്കിയാൽ കണ്ടില്ലേ, എളിമപ്പെടണം കണ്ടില്ലേ? ഇപ്പം എന്താ ഈ ഹിസ്റ്ററി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കേ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളവർക്ക് സ്ഥലമില്ലാത്തവർ എങ്ങനെ വീണ്ടും ചിന്തിക്കണത്? സ്ഥലമില്ലാത്തവരെങ്ങനെ വീണ്ടും ചിന്തിക്കണത്? വീട് വെക്കാൻ കാശില്ലാത്തവരെങ്ങനെയാണ് വീടിനെക്കുറിച്ച് ചിന്തിക്കണത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ആളുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കാൻ വേറെ ആളുണ്ടല്ലോ. പക്ഷെ അതിന് വരാനോ? അതാണ് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ജെറമിയ 29:11 കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ജെറമിയ 29:11 നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി പറഞ്ഞേ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളുടെ എല്ലാ അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ ശരിക്കും ഇങ്ങനെ തനിക്ക് പറ്റിയ അബദ്ധങ്ങളും അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി ഇവളെ എളിമപ്പെടണമുണ്ട്. എളിമപ്പെട്ടിട്ട് മാതാവിനോട് പറയും, മാതാവേ, എത്ര വർഷമായി ഞാൻ പഞ്ചായത്തിലൊരു അപേക്ഷ വെച്ചിട്ട് എനിക്കും കുഞ്ഞുങ്ങളും കയറി കിടക്കാൻ ഒരു തുണ്ട് ഭൂമി കിട്ടാൻ. എനിക്കൊരു തുണ്ട് ഭൂമി കിട്ടാഞ്ഞത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ വേറെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മകളുടെ ഡെഡ് ബോഡി വെക്കേണ്ടി വന്നത്. ഇനി എന്ത് ജീവിതം, ഞാൻ മടുത്തു, നീ തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. ആ കമ്മ്യൂണിക്കേഷനായി കണ്ട ആൾ എളിമപ്പെട്ടു. കാര്യങ്ങൾ വന്നപ്പോൾ എളിമപ്പെട്ടു. കമ്മ്യൂണിക്കേഷനായി നീ തന്നെ ഇതിനകത്ത് ഇടപെടാൻ, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയും. അപ്പോഴൊരു പച്ച പേപ്പർ ഇങ്ങോട്ട് വന്നിട്ട് പ്രവടാന്നിങ്ങനെ കറുത്ത മനുഷ്യൻ എഴുതി കാണിക്കും. കമ്മ്യൂണിക്കേഷൻ അത് കഴിയുമ്പോൾ തന്നെ ഉടനെ പഞ്ചായത്ത് നിങ്ങളെ വിളിക്കും. എത്രയും വേഗം വരാൻ രേഖ BO നിങ്ങളെ വിളിക്കണമെന്ന് പറയും. അവിടുത്തെ റവന്യൂ ഓഫീസറാണ്. പിറ്റേ ദിവസം രേഖ BO എടുത്ത് ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും സർക്കാർ. ഇത്രയും സ്പീഡാണ് ഈ സംഭവം, ഇത്രയും സ്പീഡാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവൾ പട്ടാങ്ങിയായിട്ട് കാര്യം പറയും, അവൾ. പക്ഷെ പറയുമ്പോൾ
നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധി ഞാനാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് പറയരുത്. നീ എനിക്ക് വീട് താ, നീ എനിക്ക് സ്ഥലം താ, ബാക്കി സ്ഥലമൊക്കെ ബാക്കി വീടൊക്കെ ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഒരു കോൺഫിഡൻസിലോടും നിങ്ങൾക്ക് പറ്റുമായിരിക്കും, പക്ഷേ തന്നതിന് നന്ദി പറഞ്ഞാൽ മതി. നന്ദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ര എളിമയുണ്ട്. പക്ഷേ ദൈവത്തിന് എന്താ നന്ദി പറയണത്? ഞാനല്ലേ എഴുതണത്. ചില കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണത് എങ്ങനെയെന്ന് അറിയാമോ? ഉടമ്പടി എടുക്കും, പത്രം കൊടുക്കത്തില്ല. ഉടമ്പടി എടുക്കും, ടോയ്ക്കിളപ്പിൽ കാണത്തില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെടണം? ഞാനല്ലേ പരീക്ഷ, ദൈവമല്ലല്ലോ വന്ന് പരീക്ഷ എഴുതണത്. പിന്നെ നീ എന്തിനാ ഉടമ്പടി എടുത്ത്? ആ കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ ഞാനും എടുത്ത്, അവരെടുത്തപ്പോൾ ഞാനും എടുത്ത്, അതിനുള്ള സാറ് പോരാ, വല്ല കാര്യമുണ്ടോ? ആ രണ്ടെടുത്തപ്പോഴേ ഇനി അവർക്ക് ഉടമ്പടി എടുക്കാത്തതിൻ്റെ പേരിൽ എന്നേക്കാൾ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ബദൽ ഉടമ്പടി എടുത്തിരിക്കുകയാണ് പണ്ടാരം. ഇങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. ഉടമ്പടി എടുക്കാമെന്ന് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അനുഭവമില്ലാത്തതിൻ്റെ കാരണം ഇതാണ് എൻ്റെ വിഷയം. ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ അല്ല. ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ അല്ല. അപ്പം അവർ മനസ്സിലിരിക്കണത് എന്താണ്? എടാ, ഞാൻ പത്രം കൊടുത്താലും പരീക്ഷ എഴുതേണ്ട ഞാനല്ലേ. അതാണ് വിഷയം. ഞാനിപ്പോൾ രോഗികളെപ്പോലെ കണ്ടാലും കണ്ടില്ലേലും പരീക്ഷ എഴുതേണ്ട ഞാനല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഞാനല്ലേ ദൈവത്തിന് എന്താണ് ഇവിടെ കാര്യം എന്നാണ് വിഷയം. അവളുടെ ആ അണ്ടർമൈൻഡ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഞാനല്ലേ ദൈവം, വേറെ ഒരു ദൈവത്തിന് എന്താണ് ഇവിടെ കാര്യം. അപ്പം സാക്ഷാ ദൈവത്തിന് വേറെ ദൈവമാക്കുകയും ഇവിടെ തന്നെ സ്വന്തം ദൈവമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ലോകത്ത് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ഏതെങ്കിലും ഒരു നിലപാടിൽ അവർക്ക് 4 അക്ക ശമ്പളം കിട്ടി, അവിടെ പ്രൊഫഷൻ ഓക്കെയാണ്, അവിടെ ജനങ്ങൾ അവിടെ ക്യാമറ ഇഷ്ടപ്പെട്ടു, ജനങ്ങൾ അവിടെ സിനിമ കണ്ടു, ജനങ്ങൾ അവർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ആദ്യം നിന്ന് നിഷേധിക്കുന്നത് മതം. അതൊക്കെ ഒരു ആധുനിക പഴയ ഇനിഷ്യലുള്ള മനുഷ്യന്മാരുടെ അന്നത്തെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇന്നെന്താ അതിന് പ്രസക്തി? അപ്പം ഞാൻ നിർമ്മതനായി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? ഇവൻ്റെ സിനിമ വിട്ടുമാറണമെങ്കിൽ എല്ലാ ജാതിക്കാരും പോയി തിയേറ്ററിൽ കാണണം. ഇതിനകത്ത് ജാതിയോ മതമോ പറഞ്ഞാൽ വേറെ മതക്കാർ കയറത്തില്ല. അപ്പോൾ വിശ്വാസം വിറ്റിട്ട് ഇവൻ കച്ചവടം ചെയ്യും, അവൻ്റെ പ്രൊഫഷൻ കച്ചവടം ചെയ്യും. മക്കൾ, ഇതിനാണ് പ്രലോഭനം എന്ന് പറയുന്നത്. കർത്താവിനെ അറിയാമായിരുന്നത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണെന്ന്. ആരാണ് നമ്മുടെ ശത്രു? പിശാചൊന്നുമല്ല, ബി അവർ സെൽഫ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ ദൈവരാജ്യം വരണമെങ്കിലും അതിന് വേണ്ട ആഹാരം കിട്ടണമെങ്കിലും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. കൈയടിച്ച് സുഖിക്കട്ടോ. ഹല്ലേലൂയ. എപ്പോഴും നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പട്ടാങ്ങി പറയേണ്ട ഒരു സംഭവമുണ്ട്. കർത്താവേ, ഒരു പ്രലോഭനത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. കാരണം പ്രലോഭനങ്ങളുടെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ കശാപ്പ് ശാലയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ നീ അറിയാതെ കശാപ്പ് ശാലയിലേക്ക് പോകും. എന്താ കാര്യം? നീ തന്നെ അഹങ്കാരിയായിട്ട് ദൈവത്തിന് അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ. ഇപ്പം എല്ലാം പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ സാധനങ്ങളെല്ലാം പ്രലോഭനമാണ്. എ കൾച്ചറൽ ടെംപ്ടേഷൻ. ഒരു സാംസ്കാരിക പ്രലോഭനമുണ്ട്, സാമ്പത്തിക പ്രലോഭനമുണ്ട്. സാമ്പത്തിക പ്രലോഭനം എന്ന് പറയുന്നത് നിൻ്റെ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്ങനെ വിജയിച്ചതെന്ന് നോക്കുന്നേ, മറ്റുള്ളവരുമായിട്ട് മത്സരം വരും. അപ്പോൾ അവർ പറയാം കുട്ടിച്ചാത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ആ വികസനം. അവർ കുട്ടിച്ചാത്തിന് സേവ ചെയ്തിട്ടാണ്. എന്നാൽ പിന്നെ എന്നാ കാര്യം? ബിസിനസ് ചെയ്യാൻ കച്ചവടം ലാഭത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ കർത്താവ് എല്ലാം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനും കുട്ടിച്ചാത്തിൻ്റെ അടുത്ത് പോകും. കാര്യം ഒന്നുറങ്ങിയ നേരം എടുക്കത്തില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ശ്രുതികട ഹല്ലേലൂയ. ഇന്നത്തെ ഒരു വിഷയം സമൂഹത്തെ സപ്ലിമെന്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ
സമൂഹത്തെ സംസ്കരിക്കണില്ല, വിശുദ്ധീകരിക്കണില്ല എന്ന്. നീ ഒരു വിശ്വാസിയാകുമ്പോൾ അത് തന്നെ നിൻ്റെ ഒരു പരാജയമാണ്. എന്താ കാര്യം? ഈ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കണില്ലെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? ഈ ജീവിതത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തൊരു സമൂഹത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു നിലപാടെടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളാണല്ലോ സാക്ഷികളെന്ന് പറയുമ്പോൾ, വിശ്വാസത്തെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കണില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. തോമസ് എന്നോ അല്ലെങ്കിൽ അലക്സ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോസഫ് എന്നോ ഒക്കെ പേരിട്ട് കാര്യമില്ല. എന്നാ പേരിടാൻ പറ്റാത്തത്? വിശ്വാസം എന്താണെന്നറിയാതെ തരം കിട്ടുമ്പോൾ അവരുടെ അംഗീകാരത്തിനോ പണത്തിനോ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ, സമൂഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആൾക്കാർ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാര്യം, മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളോട് ഒത്തുതീർപ്പുകൾ ചെയ്യേണ്ടി വരുന്ന അപ്പോസ്തലന്മാർ, മിഷണറിമാർ ഒത്തുതീർക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്ത് നമുക്ക് ഒത്തുതീർക്കേണ്ടി വരുമ്പോൾ എന്താ പറ്റണമെന്നറിയാവോ? നിങ്ങളിൽ നിന്നെടുത്ത ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകപ്പെടുമെന്ന്. ദൈവരാജ്യം വിദ്യാർത്ഥിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. That's what happened here. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ സൈലൈൻ ചെയ്തുകൊണ്ട് ഒരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ സഭയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച ആളുടെ പേര് ക്രിസ്തു എന്നായിരിക്കത്തില്ല, ദൈവം എന്നായിരിക്കത്തില്ല. വേറെ ആർക്ക് വേണ്ടി നമ്മൾ വിടുപണി ചെയ്തിരിക്കാം. ഒന്നെങ്കിൽ കാലത്തിന് വേണ്ടിയായിരിക്കും, കാലത്തിൻ്റെ പ്രവണതയ്ക്ക് വേണ്ടിയായിരിക്കും, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി സാംസ്കാരിക സമുന്നതന്മാരായിട്ട് ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയായിരിക്കും. എനിവേ, നമ്മൾ വിൽക്കുന്നത് സുവിശേഷത്തെയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അതുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ, വചനത്തിലൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് വചനത്തെ നിഷ്കളങ്കമായി മുൻവിധിയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് ദൈവം പതുക്കെ പതുക്കെ മൂവ് ചെയ്തു പോകണം നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു കാഴ്ചയാണ്. ദൈവാനുഭവത്തിൻ്റെ വർത്തമാനകാല സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുവിശേഷം ആദ്യമേ തന്നെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആർക്ക് ദാഹിച്ചാലും കുഴപ്പമില്ല, അവർക്ക് എൻ്റെ അടുത്ത് വരാം. എന്നിലൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ആരുടെയും ലൈസൻസ് വാങ്ങിക്കാതെ തന്നെ ജീവജലത്തിൻ്റെ അരുവികൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളിലേക്ക് ഒഴുകാൻ കൈയടിക്കട്ടെ. ഇപ്പം നമ്മൾ ആ കഥ മുന്നോട്ട് പോവുകയാണ്. രേഖയ്ക്ക് വീടായി, സ്ഥലമായി, മാതാവ് കൂടെയുണ്ട്. പക്ഷെ പെട്ടെന്ന് രേഖ ഉടമ്പടി തന്നെയാണ്. പക്ഷെ ഉടമ്പടിയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗത്തിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധ വരണത്. പക്ഷെ ഉടമ്പടി നിയോഗത്തിൽ മാത്രം വെച്ചാൽ നിനക്ക് ഓക്കെ ആണെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലേ. ഈ രേഖയ്ക്കൊരു നല്ല മകനുണ്ടായിരുന്നു. അവൻ ശാന്തനാണ്, സൗമ്യനാണ്, ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നുമില്ല. പക്ഷെ അവന് പെട്ടെന്ന് മച്ചാട് മാമാങ്കത്തിൽ വെച്ച് കുത്ത് കിട്ടി. അപ്പം മകൻ അവിടെ ഒരു പ്രത്യേക അറിയപ്പെടുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ കശപിശയിൽ ഇവരുണ്ടാക്കിയതില്ല, വേറെ ആൾക്കാരുണ്ടാക്കിയാണെന്ന് തോന്നണം. പക്ഷെ കുത്തുവിന് കിട്ടി, പലർക്കും കിട്ടി. ചെറിയ കുത്തൊന്നുമല്ല, 14 കുത്ത് കഴുത്തിന്, 8 കുത്ത് നെഞ്ചിന്. ബോധം പോയി. അപ്പം രേഖ ഓടി ആശുപത്രി ചെല്ലുമ്പോൾ
ഇപ്പം മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരണത്. അപ്പോൾ രേഖ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ പറയണത്? എൻ്റെ മകൻ മരിക്കില്ല, കാരണം എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് നല്ല ശക്തി തരുന്നുണ്ട്. നിങ്ങളത് ചിന്തിക്കണം, ആ സിറ്റുവേഷൻസ് കണ്ട ഇതുപോലെ ഇത്രയും വലിയ ഭയാനകമായ ഒരു സാഹചര്യം. അമ്മയാണ് ഇവർ. 4 മക്കളിൽ 3 പെൺമക്കളാണ്, ഒരു ആൺമകനേ ഉള്ളൂ. ആ മകനാണ് 14 കുത്ത് കഴുത്തിനും 8 കുത്ത് നെഞ്ചിനും കിട്ടിയിരിക്കണത്. അവന് ബോധമില്ല, മരിച്ചവരെ കിടക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ മരിക്കത്തില്ല, അവൻ മരിക്കത്തില്ല. ആൾക്കാരൊക്കെ പറയും അവൻ മരിക്കും, അവൻ മരിച്ചു പോകും കേട്ടോ, രേഖ പിടിച്ചു നിൽക്കണം കേട്ടോ, വളരെ മോശം മാരകമായ കുത്താണ് കിട്ടിയിരിക്കുന്നത്. അവൻ മരിക്കത്തില്ല. എന്താണ് മരിക്കാത്തത്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. അവൾ ഞാനിതും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോഴേ അവൻ ബോധമില്ലാതെ മണിക്കൂറോളം കിടക്കുകയാണ്. ഞാൻ ചെന്ന് അവനെ തൊട്ടതും അവൻ കണ്ണ് തുറന്ന് ഉടനെ എന്നോട് ആ മകൻ ചോദിച്ചു, അമ്മേ ഞാൻ മരിച്ചു പോകുക. ഇല്ലടാ, ഞാൻ മരിച്ച് എത്ര കാലം കഴിഞ്ഞാൽ നീ മരിക്കത്തുള്ളൂ, കാര്യം നിന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. വിശ്വാസം വളരണം. കണ്ടില്ലേ? വിശ്വാസം വളരണ്ട. വിശ്വാസം വളരണത് പ്രഖ്യാപനത്തിലൂടെയാണ്. അല്ലാതെ വിശ്വാസം വളരണത് പ്രതിസന്ധികളിലെ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് വിശ്വാസം വളരണത്. ഇത്രയും പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് അമ്മ ഈ 14 കുത്തും കരിച്ചു കളയും. ഈ കുത്ത് കിട്ടുന്ന സമയത്ത് അവൻ്റെ ഡോക്ടർ പറയണേ, അവൻ്റെ ഹൃദയവും കുത്തും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ കുത്തിറങ്ങിപ്പോയിരിക്കണില്ലേ, അതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ചകിരിനാരിൻ്റെ വിടവേ ഉള്ളു. ഒരു ചകിരിനാർ തെറ്റിയാൽ ആ സ്പോട്ടിൽ അവൻ മരിക്കും. അതാണ് സംരക്ഷണം എന്ന് പറയണത്. സംരക്ഷണം. 2 ദിവസം കൊണ്ട് ആ മുറിവെല്ലാം 3-ാം ദിവസം അവൻ വീട്ടിലിരിക്കണം. അതായത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക്, പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് ദൈവത്തിനറിയാൻ പറ്റും ഈ വിശ്വാസം ട്രെയിൻഡാണ്, ചോദന ചെയ്ത വിശ്വാസമാണ്. നമ്മുടെ ഈ അസംസ്കൃത വിശ്വാസത്തിലൊരു കുഴപ്പമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് വിശ്വാസമുണ്ട്, സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഈ സജീവ വിശ്വാസം തന്നെ വേറൊരു വകുപ്പുണ്ട്. എന്താ വിശ്വാസം? അതായത് ടെസ്റ്റഡ് ഫെയ്ത്ത്, നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത്. നമുക്ക് സാക്ഷ്യം പറഞ്ഞ് പോകാൻ പറ്റും, പക്ഷേ അതൊന്നും ദൈവം അംഗീകരിക്കണം നിർബന്ധമില്ല. ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇവർ പുതിയ വിശ്വാസം വന്ന് എന്താണ്? ടെസ്റ്റഡ് ആൻഡ് വാല്യൂഡ് ഫെയ്ത്ത്. ടെസ്റ്റഡ് ആൻഡ് വാല്യൂ ആഡഡ് ഫെയ്ത്ത്. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ വിശ്വാസം ഉടനെ അത് ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ അകത്ത് നിന്നെടുക്കുന്ന നിലപാടാണ് ഇതിനെ വാല്യൂ ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എത്തിയത്, ആദ്യം വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ധാരണ, പിന്നെ എങ്ങനെ വിചാരം, പിന്നെ എന്താ വിശ്വാസം, പിന്നെ എന്താ സജീവ വിശ്വാസം, നിർജീവ വിശ്വാസം. സജീവ വിശ്വാസം എന്താണ്? സാക്ഷ്യം, സാക്ഷ്യമില്ലാത്ത വിശ്വാസം. സാക്ഷ്യവിശ്വാസം എന്ത് പറ്റും? ടെസ്റ്റഡ് ഫെയ്ത്ത്, നോട്ട് ടെസ്റ്റഡ് ഫെയ്ത്ത്. സാക്ഷ്യവിശ്വാസം പോലും ടെസ്റ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസം വളർന്ന് ഈ വിശ്വാസം ഒരു പുണ്യമാണല്ലോ. ജപമാലയിൽ നമ്മൾ പറയുന്നില്ലേ, വിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ, അല്ലേ? എൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ വിശ്വാസം ഒരു പുണ്യമാണ്. അപ്പോൾ വിശ്വാസം പുണ്യമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് ചേരണ ഒരു സമയമുണ്ട്. പുണ്യം എന്തിനാണ്? ശരീരത്തിലോട് വിശ്വാസത്തെ നിങ്ങൾ വർക്ക് ചെയ്യണത്
ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതേസമയം തന്നെ അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. പക്ഷേ നിത്യജീവിതത്തിനാണെങ്കിൽ വിശ്വാസം കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട്, അതിൻ്റെ ഒരു ഫെയ്ത്ത് മെക്കാനിസം, മെറ്റാബോളിസം അങ്ങനെയാണ്. അത് കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് മാറും. കൃപയായിട്ട് മാറിക്കഴിഞ്ഞാൽ വിശ്വാസം ടെസ്റ്റഡ് ഫെയ്ത്താണ് അത് വിശ്വാസ കൃപയെന്ന് പറയേണ്ടത്. വിശ്വാസ കൃപയെന്നാണ് എൻ്റെ പേര്. ആ വിശ്വാസ കൃപ എവിടെയാണ്? കർത്താവിൻ്റെ കൃപ. അത് നമ്മുടേതല്ല. ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ പിന്നെ അത് കർത്താവിൻ്റെതായി മാറും. കർത്താവിൻ്റെ കൃപ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ കൂടെയല്ല. ഗലാത്യർ 6:19 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കൃപ പറഞ്ഞേ, കർത്താവിന്റെ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഗലാത്യർ 6:18 ഗലാത്യർ 6:18 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതാണൊരു വിഷയം. അതായത് സാധാരണ വിശ്വാസം ശരീരത്തിൻ്റെ കൂടെ ഉണ്ടാകണത്. വീട്, ജോലി, വിവാഹം, വാടകമാറ്റം, അതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ എന്താ സംഭവിക്കണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഭാഗ്യപ്പെട്ട വിശ്വാസം എന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോഴാണ്. അതിന് വിശ്വാസം ടെസ്റ്റഡ് ആകണം. അല്ല, നിങ്ങൾ ചോദിച്ചു ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയല്ല എന്ന് പറയരുത്. ബുദ്ധിബോധമില്ലാത്ത മരക്കഴുതകളെ അങ്ങനെ പറയത്തുള്ളൂ. ആധ്യാത്മിക ശാസ്ത്രം അറിയണം. ഉടമ്പടി എടുത്താൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരും ചില സമയത്ത്. എന്തിനാ കാര്യം? അത് നിത്യതയെ ഉൾച്ചേർന്നുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിറക് നൽകി ദൈവം നിന്നെ ഉയർത്തുന്നതാണ്. നിന്നെ ഉയർത്തണം. അപ്പോൾ അത് രേഖയ്ക്ക് പക്ഷെ മനസ്സിലാക്കുക മാത്രമല്ല, അത് അഭിഷേകമായി. എന്താ കാര്യം? ആ ടെസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ ആവിയും പുകയും, മകനാണ് കുത്തുകൊണ്ട് കിടക്കണത്, അവൻ മരിക്കലെന്നുള്ള ബോധ്യം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അഭിഷേകമാണ്. ഈ പ്രസൻസിന് ഒരു പ്രശ്നമുള്ളത്, ഈ പ്രസൻസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് അനോയിൻറ്റിംഗ് ആയിട്ട് മാറും, അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഐശയ്യ പറയണത് 43:2 എടുത്ത്. ഐശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്താ കാര്യം? അതാണ് അമ്മ അവള് പറയണത്. അതായത് ഞാൻ അഗ്നിയിലൂടെ നടന്നു, പക്ഷേ എൻ്റെ എൻ്റെ കുത്തേറ്റ കാര്യത്തിൻ്റെ ആവിയോ പുകയോ ഞാൻ അനുഭവിച്ചില്ല. എന്താ കാര്യം? കർത്താവ് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു. അതിൻ്റെ ആവിയും പുകയും നീറ്റലും നിരാശയും അതിൻ്റെ ഭയവും സങ്കടവും ഒന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറയും. ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ്. അതാണ് എൻ്റെ അനോയിൻറ്റിങ്. അതായത് എല്ലാ ഡേഞ്ചർ സിറ്റുവേഷനിലും പെട്ടെന്ന് അനോയിൻറ്റിങ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലേ? എന്താ കാര്യം? വിമാനം ഇങ്ങനെ പോണ സമയത്ത് കത്ത് പിടിച്ചെന്ന് വിചാരിച്ചോ? അപ്പോൾ ഹെഡിനോ ടെയിലിനോ ബോഡിക്കോ കത്ത് പിടിക്കാം. അപ്പോൾ പൈലറ്റിൻ്റെ കയ്യിൽ 3 ബട്ടണുണ്ട്. എന്താ കാര്യം? ഇത് 3 ബട്ടണിൽ ബോഡി ഇപ്പം 244 യാത്രക്കാരുമായിട്ട് പോകുന്നൊരു വിമാനമാണ്. അപ്പോഴതിൻ്റെ ഹെഡിനാണ് തീ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടെയിലിനാണ് തീ പിടിച്ചിരിക്കണമെങ്കിൽ അത് പൊട്ടിത്തെറിക്കും ആ സെക്കൻഡിനുള്ളിൽ. അതിനുള്ളിൽ ഡ്രൈവർ ഈ പൈലറ്റ് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു 10-20 പാരച്യൂട്ട് ഈ ബോഡി സെക്ഷനിൽ നിന്ന് മേലോട്ട് പോകും. എന്നിട്ട് ടെയിലും ബോഡിയും ഹെഡും കത്തുപിടിച്ച ഭാഗം
ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതിൻ്റെ പാരച്യൂട്ട് ഓൺ ചെയ്യും. എന്നിട്ട് ഈ 20 പാരച്യൂട്ടും ഈ ജനങ്ങളുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് വിമാനം വന്ന് കരയിൽ ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും. ആ പുതിയ ഇപ്പം അത് കമ്പനിക്ക് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് വരും ഉടനെ. അപ്പം എന്താ, ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഡാമേജ് ആക്കാതെയാണ് ഉടമ്പടി ചെയ്യത്തുള്ളൂ. ഉടമ്പടി നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ട് അതിൻ്റെ ആവിയും പുകയും നിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവിയും പുകയും നിന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സംരക്ഷിക്കാം. അതിനാണ് ഈ ഭയം എന്ന് പറയുന്ന വിഷയത്തെ ഉടമ്പടി ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയണം. ഭയത്തിന് കൂടി പാക്കേജ് ഉടമ്പടിയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ രേഖയുടെ ദൈവാനുഭവങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് രേഖ അവസാനം പറയുന്നൊരു വചനമുണ്ട്. അത് ഐസയ 45:2 എല്ലാവരും പറയുന്ന വചനങ്ങളാകാം, കുറേ പേര് അത് പറയാറുണ്ട്. അത് ഒരു ഉടമ്പടി വചനമാണത്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോയി. ഏശയ്യ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇത് രേഖ പറഞ്ഞിട്ട് അവൾക്ക് വ്യാഖ്യാനം വരെ അവൾ തന്നെ പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഈ ജ്ഞാനസ്ഥാനപ്പെടാത്ത ആൾക്കാരൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കർത്താവിനെ അറിഞ്ഞിട്ട് അവർ തന്നെ വചനം ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കണൊക്കെ കഴിഞ്ഞാൽ വലിയ വിസ്മയമാണ് ശരിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഈ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. ഈ 9 കൊല്ലം ഞാൻ അപേക്ഷ വെച്ചിട്ട് എന്നെ അവിടെ അടുപ്പിക്കാതിരുന്ന ഒരു പഞ്ചായത്ത് ഓഫീസർ ഉണ്ടായിരുന്നു, സെക്രട്ടറി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി ഞാൻ ഈ വാടകയ്ക്ക് ഇനി എൻ്റെ മക്കളാരെങ്കിലും മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ച ഈ ഡെഡ് ബോഡി എവിടെ കിടത്തും? അമ്മയ്ക്ക് ഇത് ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേ അമ്മ ചെയ്ത പരിപാടി എന്താണെന്നറിയാവോ? അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഇവൾക്ക് സ്ഥലം കൊടുക്കാതിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ആ സെക്കൻഡിൽ സ്ഥലം മാറ്റിക്കളഞ്ഞ. ഇതിന് പുതിയ ആളെ വെച്ചിട്ടാണ് അപ്പുറത്തെ. പുതിയ ആളെ വെക്കണമല്ല, പുതിയ ആൾക്കാരങ്ങനെ വരാൻ പോവുകയും ചെയ്യും. ഇവരെ വിളിച്ച് പിറ്റേ ദിവസം എന്നിട്ട് വിയോടുത്ത് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നിട്ട് രേഖ പറയണ എന്താണെന്നറിയാവോ? ഇതാണ് മല കർത്താവ് എടുത്ത് മാറ്റിയെന്ന്, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന്. അത് ജനത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ദൈവവചനത്തെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കണില്ലേ? വ്യാഖ്യാനിക്കണ എന്താ അനുഭവങ്ങൾ? അത് എന്താ കാര്യം? ഇത് പാക്കേജിലുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ നോക്കിയത്. ഞാൻ നിനക്ക് മുമ്പേ പോകും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പോടമ്പലേക്ക് തകർക്കും. നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ എന്തായാലും അത് നിനക്ക് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ നിനക്ക് മുമ്പേ പോകും. വാഗ്ദാന പേടകത്തിലുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിലുള്ള. സംഖ്യ 10:33 അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. വാഗ്ദാന പേടകം കാവിക്കൊണ്ട് ഇവർ യാത്ര ചെയ്യുകയും അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയി കൈയടിക്കട്ടെ. ആരാധന ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വര